രാജ്യത്ത് മറ്റെവിടെയും കാണാത്ത റെക്കോർഡ് റൂമാണ് തലശ്ശേരി കോടതിയെ ശ്രദ്ധേയമാക്കുന്നതെന്നും നല്ല നടപ്പ് ശിക്ഷ തൊട്ട് ജഡ്ജിക്കെതിരെ അടക്കമുള്ള കേസുകളുടെ രേഖകൾ അവിടെ കാണാമെന്ന് ജില്ലാ സെഷൻസ് ജഡ്ജി കെ.ടി. നിസാർ അഹമ്മദ് പറഞ്ഞു. കേരളവർമ്മ പഴശ്ശിരാജയുടെ 220ാം രക്തസാക്ഷിത്വ ദിന അനുസ്മരണവും പ്രശസ്ത മാധ്യമപ്രവർത്തകൻ കെ. ബാലകൃഷ്ണൻ എഴുതിയ മനുഷ്യസഹജങ്ങളുടെ പാരാവാരം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഖ്യാത ചരിത്രകാരനും ചരിത്ര ഗവേഷകനുമായ കെ മാരാർ ജില്ലാ ജഡ്ജിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. എവർക്കും ഈ മാധ്യമപ്രവർത്തകരുമായിട്ട് എന്താ ബന്ധം എന്ന് എനിക്കറിയില്ല. പല സ്ഥലത്തും ഇത് വലിയ പ്രശ്നമാണ്. ഇപ്പോഴും മാധ്യമപ്രവർത്തകരെ കയറ്റാത്ത കോടതി കോമ്പൗണ്ടുകളുണ്ട്. പക്ഷെ ഇവിടെ ഞാനത് നേരെ വിപരീതമായി കാണുന്നു. ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അഭിഭാഷകരാണ്. അത് സന്തോഷം നൽകുന്ന കാര്യമാണ്. തലശ്ശേരിയിലേക്ക് വരുമ്പോൾ വലിയ അറിവൊന്നും തലശ്ശേരിയെ കുറിച്ച് ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒന്നും ഇവിടെ വരെ ഉണ്ട്. അങ്ങനെ ഒരു തലശ്ശേരി ഇവിടെ പ്രിൻസിപ്പൽ DJ ആയി പോസ്റ്റിൽ നിന്ന് വാക്കൻസി വന്നപ്പോൾ ഞാൻ തലശ്ശേരി ഓപ്റ്റ് ചെയ്തതാണ്. ഇവിടെ വരുമ്പോഴൊന്നും ഇതിനെക്കുറിച്ചുള്ള വലിയ ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് 222 കൊല്ലം പഴക്കമുള്ള കോടതിയാണ്. അതെനിക്ക് അവിടെ വന്ന് കോടതി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നിങ്ങൾ കോടതി കണ്ടിട്ടുണ്ടാവും. ആ പഴക്കം കാരണം തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നല്ല കാണുന്ന വേറെ ഒരുപാടുണ്ട്. പക്ഷെ ഇടയ്ക്ക് മരപ്പെട്ടി മേലെ നിന്ന് മൂത്രമൊഴിക്കും. മറ്റൊരുപാട് പ്രശ്നങ്ങൾ. മഴ പെയ്താൽ ചിലപ്പോൾ ചോരും. കളക്ടറുടെ ഓഫീസിൽ നിന്നും ചിറക്കൽ കോവിലകത്തു നിന്നും ഹെർമൻ ഗുണ്ടട്ട് നിഘണ്ടു നിർമ്മാണത്തിനായി ധാരാളം രേഖകൾ വിദേശത്തേക്ക് കൊണ്ടുപോയിരുന്നു. പഴശ്ശിയെ കിട്ടാതെ വന്നപ്പോൾ അരിശം പൂണ്ട ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ കേന്ദ്രമായ തൊടിക്കളം ക്ഷേത്രത്തിലെ കോട്ടയം രാജാവിന്റെ മുഖപടത്തിലെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയായിരുന്നു. ഇതാണ് തൊടിക്കളത്തെ അമൂല്യ ചുമർ ചിത്രങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ പ്രേരിപ്പിച്ചതും ലോകശ്രദ്ധയിൽ കൊണ്ടുവരാനും കഴിഞ്ഞതെന്ന് കെ മാരാർ പറഞ്ഞു. അതുപോലെ നാടുവഴി ഇവരൊക്കെ അന്യോന്യം എഴുതിയ കത്തുകളാണ് തലശ്ശേരി രേഖകളുടെ എന്നുള്ള പേരിൽ പ്രസിദ്ധീകരിച്ചത്. ഇത് ഡോക്ടർ ഗുണ്ടട്ട് തലശ്ശേരിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ 1859 തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവിലേക്ക് പദശേഖരണത്തിനായിട്ട് ഇവിടുന്ന് കുറേ രേഖകളും കുറേ പുസ്തകങ്ങളും തലശ്ശേരി അന്നത്തെ തുക്കടി എന്ന് പറയുന്ന സബ് കളക്ടർ തലശ്ശേരി താലൂക്ക് ഓഫീസിൽ നിന്ന് തുക്കടിയുടെ ഈ സബ് കളക്ടർ ഓഫീസിൽ നിന്ന് അദ്ദേഹം ഒരു കെട്ട് കത്തുകൾ എടുത്തു. ഏകദേശം 8 വർഷം നീണ്ടു നിൽക്കുന്ന എഴുത്തുകുത്തുകളാണ് ഇത്. അതിന്റെ ഫയലിന്റെ പേര് അദ്ദേഹം എഴുതിയ തലശ്ശേരി രേഖകൾ. 429കളിൽ നിന്നും തെരഞ്ഞെടുത്ത വേദനയുടെ കഥകളാണ് പുസ്തകത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടതെന്ന് പഴശ്ശി രാജാനുസ്മരണ പ്രഭാഷണം നടത്തിയ ഡോക്ടർ ജോസഫ് സെക്കറിയ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ അഡ്വക്കേറ്റ് BP ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി പ്രസ് ഫോറം ഹാളിൽ ജില്ലാ കോടതി ബാർ അസോസിയേഷനും തലശ്ശേരി പ്രസ് ഫോറം സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി മുഖ്യ അതിഥിയായിരുന്നു.